ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം പറയുന്നുണ്ട് മഹേഷിനോട്, ഹേ മിസ്റ്റർ, നിങ്ങളുടെ രണ്ടാമത്തെ ഭാര്യ എടുത്ത് മാപ്പ് പറയാൻ പറ, എന്റെ അമ്മ എടുത്ത് മാപ്പ് പറയാൻ പറ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മഹേഷ് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആദ്യം പറയണ്ട്, മിസ്റ്റർ, നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ രണ്ടാമത്തെ ഭാര്യനെ കൊണ്ട് എന്റെ അമ്മേനെ എടുത്ത് മാപ്പ് പറയിപ്പിക്കുന്നു, എന്നിട്ട് നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെ മഹേഷിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷിത ആകെ വണ്ടടിച്ച പോലെ നിൽക്കുവാട്ടോ. അങ്ങോട്ടേക്ക് ആകാശം എന്നിട്ട് പറയണ്ട്, ഡോക്ടർ ഇഷിതക്ക് ഒന്നും മനസ്സിലായില്ല അല്ലേ? ആ, എങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ ആദ്യം ഉണ്ടല്ലോ, ഇവന്റെ പേരാണ് ആദിത്യൻ മഹേഷ് ചന്ദ്രൻ. ഇവൻ രചനയുടെ മകനാണ്. ശരിക്കും പറഞ്ഞാൽ രചനയുടെ മാത്രം മകനാണെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. മഹേഷിന്റെയും രചനയുടെ ആദ്യ സന്തതിയാണ് എന്ന് പറയാണ്. അത് കേൾക്കുന്ന ഇഷിത ആകെ ഞെട്ടിപ്പോട്ട് മഹേഷിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. മഹേഷ് ഒരു കള്ളത്തരം പോലെ തന്നെ ഇഷിതയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അതിനുശേഷം ഇഷിത എടുത്ത് ആദ്യം പറയുന്നുണ്ട്, പറ, എന്റെ അമ്മയടുത്ത് മാപ്പ് പറ നിങ്ങൾ എന്നിങ്ങനെ പറയാണ്. ഇഷിത പറയുന്നുണ്ട്, ഇല്ല, ഞാൻ മാപ്പ് പറയില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്തൊരു വിഡ്ഢിയാണ് എന്ന് പറയാണ്. നിന്നോട് മാപ്പ് പറഞ്ഞതേ അത് എന്റെ മകനായത് കൊണ്ടാണ്. അത് നിന്നല്ലെങ്കിൽ നാളെ നിനക്കത് മനസ്സിലാകും. പക്ഷെ ഇവരോട് ഞാൻ മാപ്പ് പറയില്ല എന്ന് പറയാണ്. അതിനുശേഷം ചിപ്പിയുടെ അടുത്ത് പറയുന്നുണ്ട് ഇഷിത, ചിപ്പി, ദേ നിനക്ക് ഇപ്പൊ അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഏട്ടനുണ്ട്, എല്ലാവരും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത വിഷമിച്ചുകൊണ്ട് അവിടുന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് പോവാട്ടോ. ആ സമയത്ത് മഹേഷിന്റെ അടുത്തേക്ക് ആകാശും അതുപോലെ തന്നെ രചനയും കൂടി വരുന്നുണ്ട്. ആകാശ് മഹേഷിനോട് പറയുന്നുണ്ട്, മഹേഷൻ, ഇതാടാ നിന്റെ പരാജയം, ശരിക്കുള്ള പരാജയം. ഇനി നീ ആത്മഹത്യയുടെ വക്കിലേക്ക് പോകും, അത് ഞാൻ കണ്ടുകൊണ്ടേയിരിക്കും. ഓരോ ദിവസം നീ മരിച്ചുകൊണ്ടേയിരിക്കും, അത് ഞങ്ങൾ കണ്ണിറയെ കണ്ടുകൊണ്ടേയിരിക്കുവടാ. ആദി മോനെ, നമുക്ക് പോയാലോ എന്ന് ആകാശ് പറഞ്ഞു. പോ അങ്കിൾ എന്ന് പറയാണ്. അതിനുശേഷം ആകാശ് ആദിനെ വിളിച്ചിട്ട് മുമ്പിലേക്ക് നടക്കുവാട്ടോ. ശേഷൻ രചന ചിപ്പി എടുത്ത് പറയണ്ട, മോളെ ചിപ്പി എന്ന് പറയുമ്പോ ചിപ്പി നോക്കുന്ന പോലുമില്ല. മോളെ ചിപ്പി എന്ന് വിളിക്കുമ്പോ ചിപ്പി നോക്കുന്നേ ഇല്ല കേട്ടോ. ശേഷൻ രചന ചിപ്പിയുടെ മുഖത്തൊരു ഉമ്മ കൊടുത്തിട്ട്, ഉമ്മ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വാതിൽ തുറന്ന് അങ്ങോട്ട് പോകുവാണ്. മഹേഷ് ആണെങ്കിൽ ചിപ്പിനെ അങ്ങോട്ട് റോഡ് മൊത്തം ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെ റോഡിലൊക്കെ ഇങ്ങനെ മഹേഷ് ഇഷിതേനെ നോക്കുന്നുണ്ട്. ആ സമയത്ത് ചിപ്പി ചോദിക്കണ്ട്, ഡാഡി 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 ആരെയാ നോക്കണത്? അമ്മേനെ കൊണ്ട് ഡാഡി ഇന്ന് മാപ്പ് പറയിപ്പിച്ചു. അന്ന് ബർത്ത്ഡേക്ക് ആ ചേട്ടന്റെ ബർത്ത്ഡേക്ക് ഡാഡി എന്നെയും കൊണ്ട് പോയപ്പോഴേക്കും ഡാഡിനെ ആ ചേട്ടൻ കരയിപ്പിച്ചു. ആ ചേട്ടൻ ആരാ ഡാഡി? ആ, അത് പോട്ടെ, ഡാഡിയുടെ ആ ചേട്ടന് വേണ്ടിയിട്ട് അമ്മേനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചില്ല ഡാഡി എന്ന് പറയാണ്. അമ്മ എവിടെയും പോവില്ല, അമ്മ എന്നിട്ട് എവിടെയും പോകില്ല എന്ന് പറയാണ് കേട്ടോ നമ്മുടെ ചിപ്പി. അതിനുശേഷം മഹേഷ് ആയി വണ്ടി ഓടിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. കാരണം ഇഷിത എവിടെയെങ്കിലും റോഡ് സൈഡ് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ, ഇതിലൊക്കെ അബദ്ധം കാണിക്കുമെന്നൊക്കെ പേടിച്ചിട്ടായിരിക്കും മഹേഷ് ഇങ്ങനെ നോക്കി നോക്കി പോണത് കേട്ടോ. ശേഷം കാണിക്കുന്നത് രാമനാഥനെയാണ്. രാമനാഥന്റെ അടുത്തേക്ക് സ്വപ്നവലി വരുവാണ്. അപ്പൊ സ്വപ്നവലി രാമനാഥൻ ചോദിക്കുന്നുണ്ട്, അല്ല, ഇതുവരെ കറങ്ങാൻ പോയി തിരിച്ചു വന്നില്ലല്ലോ സ്വപ്നം, എനിക്ക് എന്തോ പോലത്തെ പേടി പോലെ ആവുന്നു രാമ. അവര് പോയപ്പോ തൊട്ട് മനസ്സിൽ എന്തോ പോലത്തെ ടെൻഷൻ പോലെ. ആ സമയത്ത് രാമനാഥൻ പറയുന്നുണ്ട്, ഇനിയിപ്പോ രചന എങ്ങാനും അവരുടെ കൂടെ ഉണ്ടായി കാണുമായിരിക്കോ? രചന ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കൊള്ളോ ആവില്ലേ? മാത്രമല്ല ആദ്യം ആരാണെന്ന് മഹേഷിനെ പറയേണ്ടി വരും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വാതില് മുട്ടി തുറന്നുകൊണ്ട് നമ്മുടെ ചിപ്പി അകത്തേക്ക് കേറുവാട്ടോ. ചിപ്പി അവിടെ കസേരയിലിരിക്കുമ്പോഴേക്കും സ്വപ്നയില് ചോദിക്കണ്ട്, അല്ല മോളെ, ഡാഡി അമ്മയൊക്കെ ഇവിടെ പോയെന്ന് സ്വപ്നയില് ചോദിക്കുമ്പോഴേക്കും, ഡാഡിയോ? ഏത് ഡാഡി? ആരുടെ ഡാഡി? മോളെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എനിക്ക് ഡാഡിനെ ഇഷ്ടമല്ല, എനിക്ക് ഡാഡിനെ ഇഷ്ടമല്ല, ഡാഡി ഒരു ബാഡ് ഡാഡിയാണ്, ബാഡ് ഡാഡി. മോളെ അങ്ങനെ പറയല്ലേ മോളെ എന്നിങ്ങനെ പറയാണ് സ്വപ്നവലി. ആ സമയത്ത് വാതിൽ തുറന്നുകൊണ്ട് മഹേഷ് അങ്ങോട്ടേക്ക് വരുവാട്ടോ. മഹേഷ് വരുമ്പോഴേക്കും സ്വപ്നവലിയും രാമനാഥനും മഹേഷിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. മഹേഷ്, എന്താ സംഭവിച്ചത്? ഇഷിത എവിടെ? ഇഷിത അറിയില്ല എന്ന് പറയാണ്. അറിയില്ലെന്നോ? അവൾ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോഴേക്കും ചിപ്പി പറയണ്ട്, അമ്മ പോയി കാണുമായിരിക്കും. ഡാഡി അമ്മനെ ഒരുപാട് കരയിപ്പിച്ചു. ആ ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടന് അന്ന് പാർട്ടിക്ക് പോയപ്പോഴേക്കും ഡാഡിനെ കരയിപ്പിച്ചു, ഇപ്പൊ അമ്മേനെ കരയിപ്പിച്ചു. അമ്മ മനസ്സ് വേദനിച്ചിട്ടാ പോയത് എന്നിങ്ങനെ പറയാണ്. അപ്പോഴേക്കും നമ്മുടെ സ്വപ്നവലി ഓടി വരുന്നുണ്ട് ചിപ്പിയുടെ അടുത്തേക്ക്. മോളെ, ആ ചേട്ടൻ മോളുടെ ചേട്ടനാണ് എന്ന് പറയാണ്. ചേട്ടനോ? എന്റെയോ? എനിക്ക് വേണ്ട ചേട്ടൻ, ബാഡ് ചേട്ടൻ, എനിക്ക് ഇഷ്ടമല്ല ചേട്ടനാ എന്ന് പറയാണ്. ആ സമയത്ത് ഇഷിത എവിടെ പോയടാ എന്ന് മഹേഷിനോട് ചോദിക്കണ്ടേ രാമനാഥൻ. അറിയില്ല, ഇനി 100ലേക്ക് അങ്ങനെ പോയി കാണുമായിരിക്കോ? എനിക്കറിയില്ല. ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു മടക്കയാത്രയിലേക്ക് അവള് പോയി കാണുന്നൊരു പേടിയുണ്ട് എനിക്ക്. ചില സമയത്ത് ഞാനൊരു ഭ്രാന്തനാവുമല്ലോ, പുത്രഭ്രാന്ത്. അതുകൊണ്ട് ഞാൻ നിഷിതനെ ഒറ്റ കൊടുത്തു. അവള് മനസ്സ് വേദനിച്ചാ നിന്നത്. എനിക്കറിയില്ല, ഒന്നും അറിയില്ല എന്നൊക്കെ മഹേഷ് ഇങ്ങനെ പറയാണ്. ശരിക്കും ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു, ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നടന്ന സംഭവങ്ങളിലേക്ക് മഹേഷ് അച്ഛനോടും അമ്മയടുത്തും പറയാട്ടോ. ആദ്യം അവിടേക്ക് വന്നതും ഇഷിതടുത്ത് മാപ്പ് പറയാൻ ഇഷിത മാപ്പ് പറയാൻ പറഞ്ഞപ്പോ ആദ്യ അടുത്ത് മാപ്പ് പറഞ്ഞതും ശേഷം രജനിയെടുത്ത് മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോ ഇഷിത ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് തന്നെ ചതിച്ചു എന്ന രീതിയിൽ അവിടുന്ന് പോയതും എല്ലാം കാര്യം തന്നെ മഹേഷ് രാമനാഥനും സ്വപ്നവും എടുത്തും മാറി മാറി ഇങ്ങനെ പറയുവാട്ടോ.
അങ്ങനെ നടന്ന സംഭവങ്ങളൊക്കെ മഹേഷ് അച്ഛനോടും അമ്മയോടും പറഞ്ഞു കഴിയുമ്പോഴേക്കും രാമനാഥൻ പറയട്ടെ, എന്നിട്ട് ഇഷിത എവിടെ? അറിയില്ല, ഞാൻ റോഡിലൊക്കെ ഒരുപാട് നോക്കി, അവളിനി ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് പറയാണ്. വരും മോനെ, അവള് തീർച്ചയായിട്ടും വരും എന്ന് സ്വപ്നവലി വരി പറയുമ്പോ, വരില്ല അമ്മേ, വരില്ല, വന്നാലും 100ലേക്ക് പോകുമായിരിക്കും, പക്ഷെ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ല. വരോടാ, അവൾക്ക് ഒരിക്കലും ഈ വീട് വിട്ട് പോകാൻ പറ്റില്ല, ചിപ്പിനെ വിട്ട് പോകാൻ പറ്റില്ല അവൾക്ക് എന്ന് പറയുമ്പോ നമ്മുടെ മഹേഷ് പറയുന്നുണ്ട്, അവൻ ആകാശനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയമ്മേ, എന്നെ പൂർണ്ണമായിട്ട് തളർത്തിക്കെടുത്തി തോൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ് മഹേഷ്. സ്വപ്നയ്ക്കും രാമനാഥനും ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ. രാമനാഥൻ സ്വപ്നയോട് പറയുന്നുണ്ട്, ആദി അവൻ ചതിച്ചതാടോ, അവൻ ഡാഡി അടുത്തുള്ള സ്നേഹം കൊണ്ടൊന്നല്ല വിളിച്ചു വരുത്തിയത്, ആകാശിന്റെ രചനയുടെ നിർദ്ദേശപ്രകാരമാണ് വിളിച്ചു വരുത്തിയത് മഹേഷിനെ ചതിക്കാനായിട്ട്. രാമ, ഇഷിത അവള് 100ലുണ്ടാവുമായിരിക്കോ? അറിയില്ല, ഒന്ന് പോയി നോക്ക് രാമ, ചിലപ്പോ 100ലുണ്ടെങ്കിലോ? ഈ രാത്രി എങ്ങാനും പോയി നോക്കുമ്പോഴേക്കും അവരെന്തെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അവൾ എവിടെ പോയെന്ന് അറിയണ്ട രാമ, രാമൻ ഒരു കുഴപ്പം ഉണ്ടാവില്ല, രാമൻ ഒന്ന് പോയി അന്വേഷിക്കുക എന്ന് പറയാണ്. അതേസമയം 100ലാണെങ്കിൽ നമ്മുടെ മാഷും പ്രിയാമണിനെ കേട്ടോ കാണിക്കുന്നത്. പ്രിയാമണി മാഷിനോട് പറയണ്ട്, മാഷേ നോക്ക്, കുടുംബക്ഷേത്രത്തിലൊക്കെ നാളെ എന്തായാലും പോണം. ഹോ, കുടുംബക്ഷേത്രത്തിൽ കഴിഞ്ഞ വർഷമൊക്കെ പോയതിന്റെ ആ ഒരു ഗുണമാണ് നമുക്ക് ഇപ്പൊ കാണാൻ സാധിക്കുന്നത്. എന്ത് സമാധാനത്തോടെ നമ്മുടെ ജീവിതം പോണത്. എല്ലാത്തിനും ഭഗവതി അടുത്ത് നന്ദി പറയണം. അപ്പോഴേക്കും നമ്മുടെ പ്രിയാമണി പറയാനുണ്ട്, പ്രിയാമണിയുടെ മാഷ് പറയുന്നുണ്ട്, അതെ പ്രിയേ, തനിക്ക് മാത്രമല്ല കുടുംബക്ഷേത്രം ഉള്ളത്, എനിക്കൊരു കുടുംബവും കുടുംബക്ഷേത്രവും ഒക്കെ ഉണ്ട്, അറിയാം മാഷേ, അടുത്ത മാസം നമുക്ക് അവിടെ പോയിട്ട് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറയാണ്. അതിനുശേഷം പ്രിയാമണി പറഞ്ഞിട്ട്, അതല്ല, നാളെ ഇഷിതനെ വിട്ടു തരണോന്ന് അവിടെ പോയി പറയണ്ടേ, ഇഷിതനെ നമുക്ക് കൊണ്ടുപോണ്ടേ? അത് ഇഷിത തന്നെ പറഞ്ഞോളൂടോ അവിടെ എന്ന് പറയണം. പറയുമായിരിക്കുമല്ലേ? പറയും. നാളെ എന്തായാലും കുടുംബ ക്ഷേത്രത്തിലേക്ക് പോണം, എല്ലാവരും ഒന്ന് കാണണം, ബന്ധുക്കളെയൊക്കെ ഒന്ന് കാണാലോ, അതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ മാഷെ? അതെ അതെ എന്ന് പറയാണ്. ആ സമയത്ത് ആരോ ബെല്ലടിക്കുന്ന ഒച്ച കേൾക്കാണ്. മാഷ് വാതിൽ തുറക്കുമ്പോഴേക്കും രാമനാഥനായിരിക്കോട്ടോ. ഇതാര്? രാമനോ? വാ വാ കേറി വാ എന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ കൊടുക്കുകയാണ്. രാമനാഥനെ കുറിച്ച് ഞങ്ങളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്ന് മാഷ് പറയാണ്. രാമനാഥന്റെ 2 തല്ലിന്റെ കുറവുണ്ടെന്ന്. ആ സമയത്ത് രാമനാഥന്റെ മുഖമൊക്കെ മാറുവാണ്. സോറി മാഷെ, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അയ്യോ രാമനാഥൻ, ഞങ്ങൾ ചുമ്മാ പറഞ്ഞതാണ്. രാമനാഥൻ ഞങ്ങൾക്ക് എപ്പോഴും നന്ദി മാത്രമേ ഉള്ളൂ, കാരണം രാമനാഥൻ കാരണമാണല്ലോ, രാമനാഥൻ അന്ന് ചോദിച്ചുകൊണ്ടാണല്ലോ എന്റെ മോൾ ഞാൻ മഹേഷ് തന്നത്, അതുകൊണ്ട് എന്റെ മോൾ ഇപ്പൊ സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നു എന്ന് മാഷ് പറയാണ്. പ്രിയാമണി പറയുന്നുണ്ട്, അതെ അതെ, എത്ര നാളത്തെ എന്റെ ഒരു ആഗ്രഹമായിരുന്നു എന്റെ മോള് സുഖമായിട്ട് ഭർത്താവിന്റെ കൂടെ ജീവിക്കണമെന്നുള്ളത്. അതിപ്പോ എന്തായാലും നടന്നു. എല്ലാത്തിനും രാമനാഥനോട് നന്ദി പറയേണ്ടത്. പിന്നെ രാമനാഥ, നാളെ ഇഷിതനെ ഒന്ന് വിട്ടുതരാവോ എന്ന് ചോദിക്കാണ്. അതെന്താ ചോദിക്കുമ്പോ, അതോ നാളെ പ്രിയാമണിയുടെ കുടുംബക്ഷേത്രത്തിലെ വാർഷികാഘോഷമാണ്, അപ്പോ ഇഷിതനെ കൂട്ടി പോണമെന്നുണ്ട്, രാവിലെ പോയാൽ രാത്രിയേ വരുള്ളൂ. എന്താ രാമ, അത് ബുദ്ധിമുട്ടാവോ? എന്ത് ബുദ്ധിമുട്ട്, നിങ്ങളുടെ കുട്ടിയല്ലേ, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൂട്ടിക്കൊണ്ട് പോവാലോ, അതിന് എന്റെ അനുവാദത്തിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയാണ്. അല്ല രാമ വന്നതിന്റെ എന്തെങ്കിലും കാരണമുണ്ടോ? ഒന്നുമില്ല എന്ന് രാമനാഥൻ പറയാണ്. പ്രിയാമണി പറയണ്ടേ, എന്താ മാഷി ചോദിക്കണത്, രാമനാഥൻ ഇങ്ങോട്ട് വരാനായിട്ട് എന്തൊരു കാരണം വേണോ? ഇതും രാമനാഥന്റെ വീട് തന്നെയല്ലേ, ഇടയ്ക്കൊക്കെ വന്ന ഒരു കുഴപ്പമില്ല. അല്ല സുജി ഉറങ്ങിയോ എന്ന് രാമനാഥൻ ചോദിക്കുമ്പോ, ഇല്ല അവൾ ഉറങ്ങിയിട്ടില്ല, എന്താ വിളിക്കണോ? വിളിക്കണ്ട. ഇഷിത ഇങ്ങോട്ട് വന്നിരുന്നോ? റൂമിലെങ്ങാനും ഉണ്ടോ? ഇഷിത ഇങ്ങോട്ട് വരാനോ? ഇഷിത അവിടെ ഇല്ലേ രാമനാഥ എന്ന് ചോദിക്കുകയാണ്. അല്ല ഞാൻ അവിടെ കേറിയില്ല, ഞാനൊരു പരിപാടിക്ക് പോയിട്ട് വരുന്ന വഴിയാ, അപ്പോ ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഇവിടെ ഇല്ല, മാത്രല്ല ഇന്ന് അവളെന്തോ പുറത്തെന്തോ പോകുമെന്ന് പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ മഹേഷിന്റെയും ചിപ്പിയുടെയും കൂടെ പുറത്തു പോയി കാണുമായിരിക്കും. ശരിയാ ശരിയാ, പുറത്തു പോകുന്നതിനോട് പറഞ്ഞിരുന്നു. എന്നാ ശരി, ഞാൻ പോകുവാണേ എന്ന് പറഞ്ഞിട്ട് മാഷ് അവിടെ മാഷിന്റെ അടുത്ത് അനുവാദം ചോദിച്ചിട്ട് രാമനാഥൻ അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. അങ്ങനെ രാമനാഥൻ അപ്പുറത്തേക്ക് പോകുവാണ്. മാഷും പ്രിയാമണി വാതിലടയ്ക്കുന്നുണ്ട്. രാമനാഥ പോയി കഴിയുമ്പോഴേക്കും പ്രിയാമണി മാഷിനോട് പറയുന്നുണ്ട്, മാഷെ തേടി എന്തോ കാലി ചുറ്റുമെന്ന് പറയാറുണ്ടല്ലോ മാഷെ, അതെന്താ? അത് വള്ളി, തേടിയ വള്ളി. രാമനാഥൻ എന്ന് പറഞ്ഞ നമ്മൾ തേടിയ വള്ളി ദേ കാലി ചുറ്റിരിക്കുന്നു, നാളെ ഈശിതൻ നമ്മുടെ കൂടെ പറഞ്ഞു വിടാന്ന്. പ്രിയെ, തേടാത്ത വള്ളിയും കാലി ചുറ്റും, അതേത് വള്ളി? പ്രിയാമണി എന്ന് പറഞ്ഞ വള്ളി എന്റെയൊക്കെ തലയിൽ ഇടയ്ക്കിടയ്ക്ക് വള്ളി ചുറ്റാറുണ്ടല്ലോ മാഷെ, അധികം കളിച്ചാലേ കഴുത്തിന് ചുറ്റും ഞാൻ കിടക്കാം മാഷെ എന്ന് പറഞ്ഞിട്ട് മാഷിനെ വിളിച്ചോണ്ട് പോകുവാണ്. പിന്നീട് കാണിക്കുന്ന രാത്രിയാണ്. രാത്രി ആകാശും അതുപോലെ തന്നെ രചനയും ആദ്യം കൂടി ആഘോഷിക്കാട്ടോ. ആകാശ് നമ്മുടെ ആദ്യത്ത് പറയണ്ട്, ആദി നീ ആടാ എന്റെ ഭാഗ്യം, നീ എന്നെ ജയിപ്പിച്ചു, എന്റെ അധ്യായം കുറിപ്പിച്ചു നീ എന്നെ. സത്യം പറഞ്ഞ ആ മഹേഷൻ ഒരുപാട് പ്രാവശ്യം ഞാൻ ചെറുതായിട്ടുണ്ട്, അവളെന്നെ തോൽപ്പിച്ചിട്ടുണ്ട്, ചെറുതാക്കി നിന്നിട്ടുണ്ട്, പക്ഷെ നീ എന്നെ മഹേഷത്തിന്റെ മകനായ നീ എന്നെ ജയിപ്പിച്ചു, എല്ലായിടത്തും നീ എന്നെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആദി എന്ന് പറയാണ്. ആ സമയത്ത് ആദി പറയണ്ട്, ഞാൻ എന്റെ അമ്മക്ക് വേണ്ടിയാ ജീവിക്കുന്നത്, എന്റെ അമ്മ തോൽക്കാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും എന്ന് പറയുമ്പോ രചന എടുത്ത ആകാശ് പറയണ്ട്, രചന താൻ കേട്ടല്ലോ, തന്റെ ഭാഗ്യമാണോ ഈ മോൻ എന്ന് പറയുമ്പോഴേക്കും രചന പറയണ്ട്, അതെ
അതെ എന്റെ മോൻ എനിക്ക് വേണ്ടി എന്തും ചെയ്യും, എന്റെ പൊന്നു മോന എന്നൊക്കെ പറഞ്ഞിട്ട് രചന ആദിനെ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ പിടിക്കുക കേട്ടോ. ശേഷം ആകാശ് പറയുന്നുണ്ട്, മോനെ ആദി നിനക്ക് വേണ്ടി നീ വിചാരിച്ച ആ ഗിഫ്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്, കുറച്ച് വില കൂടി 2 ലക്ഷം രൂപയായി മുകളിൽ വെച്ചിട്ടുണ്ട്, താങ്ക് യു സോ മച്ച് അങ്കിൾ എന്ന് പറഞ്ഞിട്ട് ആകാശ് മുകളിലേക്ക് ആകാശിന്റെ അടുത്ത് വാക്കായിട്ട് ആദ്യം മുകളിലേക്ക് പോവാട്ടോ. ആദ്യം പോയി കഴിയുമ്പോഴേക്കും രചന ആകാശിനോട് പറയുന്നുണ്ട്, ആകാശ് ആദ്യം പറഞ്ഞ സാധനങ്ങളൊന്നും ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കല്ലേ, അവന്റെ പഠിത്തത്തിലുള്ള ശ്രദ്ധ പോകും. ശ്രദ്ധ പോട്ടിടോ, പോയാൽ എന്താ കുഴപ്പം, അവന് പണമില്ലേ, പിന്നെ എന്താ പ്രശ്നം, ഞാൻ ഈ സമ്പാദിക്കണത് ആർക്ക് വേണ്ടിട്ടാ, തനിക്കും തന്റെ മകനായ ആദിക്ക് വേണ്ടിട്ട്, പിന്നെ അവൻ പഠിച്ചില്ലെങ്കിലും ഇപ്പൊ എന്താടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചേർത്ത് പിടിക്കുകയാണ്. അതിനുശേഷം പറയുന്നുണ്ട്, അതെ ഇന്ന് നമ്മൾ ജയിച്ച ദിവസമാണ്, സാധാരണ ഞാൻ മദ്യം കഴിക്കണത് എല്ലാ കാര്യങ്ങളും മറക്കാനാണ്, തോൽക്കുമ്പോഴാണ് മദ്യം കഴിക്കുന്നത്, പക്ഷെ ഈ പ്രാവശ്യം മദ്യം കഴിക്കാൻ പോണത് ജയിച്ചതിന് വേണ്ടിയിട്ടാണ്, താനും കുടിക്കണോ മദ്യം എന്ന് പറഞ്ഞിട്ട് രചനയ്ക്കും 1 ഗ്ലാസ് മദ്യം കൊടുക്കുകയാണ്. ശേഷം നമ്മുടെ ആകാശം 1 ഗ്ലാസ് മദ്യം കുടിക്കുന്നുണ്ട്. എന്നിട്ട് ആകാശ് പറഞ്ഞിട്ടുണ്ട്, രചന ഇനി ഞാൻ അയാളെ വിളിക്കാൻ പോവാ, മഹേഷ് ചന്ദ്രനെ, തന്റെ എക്സിന്, ആ എക്സ് എന്ന് പറഞ്ഞ ശവത്തിന് അവനെ വിളിച്ച് ഈ സന്തോഷം ഒന്ന് പങ്കുവെക്കട്ടേടോ. അല്ല ഇഷിത എവിടെ പോയി കാണുമായിരിക്കും, ആർക്കറിയാം, അതൊരു സീരിയൽ കഥ പോലെ. ഇഷിത ഇനി എവിടെ പോയി, മഹേഷ് ചന്ദ്രനെ വിട്ടു പോയി കാണുമോ, ആദ്യം എന്ന് പറഞ്ഞ മകൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേക്കും ഇഷിത ആത്മഹത്യ ചെയ്ത് കാണുമായിരിക്കോ, അതുപോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കോടോ എന്ന് പറയാണ്. ഞാൻ എന്തായാലും അവനെ ഒന്ന് വിളിക്കട്ടെ, ആ എക്സ് ശവത്തിന് എന്ന് പറഞ്ഞിട്ട് മഹേഷിനെ വിളിക്കുവാട്ടോ നമ്മുടെ ആകാശ്. അങ്ങനെ ആകാശ് മഹേഷ് വിളിക്കുമ്പോഴേക്കും മഹേഷ് ഫോൺ എടുക്കുന്നുണ്ട്. ആ മഹേഷ്, എടാ നിന്റെ ശവം എടുത്തെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. എടാ നീ ഒരു അനാഥ ശവം അല്ലേ, അതുകൊണ്ട് നിന്നെ എടുക്കാനായിട്ട് ആരും ഉണ്ടാവില്ല, ഞാൻ വേണമെങ്കിൽ കോർപ്പറേഷനെ വിളിച്ച് പറയാം, കോർപ്പറേഷൻകാർ കുഴി എടുത്തിട്ട് നിന്നെ അവിടെ കുഴിച്ചിട്ടോളും. പിന്നെ എന്റെ ഫോൺ നീ എപ്പോഴും കട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം, നീ കട്ട് ചെയ്തെല്ലാം വിളിച്ചോണ്ടേയിരിക്കും, നീ വേണമെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തോ, ഓൺ ചെയ്യണവരെ ഞാൻ വിളിച്ചോണ്ടിരിക്കും, പക്ഷെ ഓൺ ചെയ്തതിനെ ഞാനെല്ലായിരിക്കും എടുക്കുന്നത്, ഞാനായിരിക്കും വിളിക്കുന്നത്, എന്റെ സൈബർ പിള്ളേരായിരിക്കും നിന്നെ വിളിക്കുന്നുണ്ടാവാം, അതുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാതെ മിടുക്കനായിട്ട് ഞാൻ പറയണത് എല്ലാം നീ കേൾക്കണം എന്ന് ആകാശ് പറയുന്നിടത്താട്ടോ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ഇഷിതൻ അങ്ങനെ കാത്തിരിക്കുകയാണ്. മഹേഷും ചിപ്പിയൊക്കെ, ചിപ്പി പൊട്ടിക്കരയുന്നുണ്ട്. മഹേഷ് പറയണ്ട അമ്മയുടെ അച്ഛനടുത്ത്, ഇഷിത ഒരിക്കലും ഇനി ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് പറയാണ്. രാവിലെ ആയിട്ടും ഇഷിതനെ കാണുന്നേ ഇല്ല കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മുടെ ആകാശ് വിളിക്കുന്നുണ്ട് മഹേഷിനെ, എടാ മഹേഷേ, ഞാനേ നിന്റെ ഭാര്യ, 2ാം ഭാര്യ ഇഷിതനെ വിളിച്ചു, അവളതേ എന്റെ കൂടെ ഇറങ്ങി വന്നൂടാ, അവളിപ്പതേ എന്റെ വീട്ടിലുണ്ട്, എന്റെ കൂടെയുണ്ട് എന്ന് പറയാണ്. ഇത് കേൾക്കുന്നതും നമ്മുടെ മഹേഷ് ആകെ ഞെട്ടിപ്പോകുന്നിടത്താട്ടോ ഇന്നത്തെ എപ്പിസോഡും പ്രൊമോ ഒക്കെ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.